First question, what is the proportion of silica present in the manufacturing of cement? Okay, അപ്പോൾ സിമെന്റ് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ അല്ലെങ്കിൽ സിമെന്റിൽ വരുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് കമ്പോണന്റ് ലൈമാണ്. ലൈമിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 60 to 65% ആണ്. നെക്സ്റ്റ് സിലിക്ക ആണ് നമ്മൾ SiO2 എന്ന് പറയുന്നത്. സിലിക്കയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 70 into 25% ആണ്. നെക്സ്റ്റ് നമ്മുടെ കമ്പോണന്റ് എന്ന് പറയുന്നത് അലുമിനയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 3 to 8% ആണ് വരുന്നത്. നെക്സ്റ്റ് അയൺ ഓക്സൈഡിന്റെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 3 to 4% ആണ്. നെക്സ്റ്റ് കമ്പോണന്റ് മഗ്നീഷ്യയുടെ പ്രൊപ്പോർഷൻ അറൌണ്ട് 1 to 3% ആണ്. ഓക്കെ, അടുത്തത് ട്രേസസ് എമൗണ്ടിൽ നമുക്ക് ആൽക്കലീസ് ഉണ്ട്. ആൽക്കലീസിന്റെ പ്രൊപ്പോർഷൻ അറൌണ്ട് 0.2 to 1% അറൌണ്ട് ആണ് വരുന്നത്. ഓക്കെ, അപ്പം വാട്ട് ഈസ് ദ പ്രൊപ്പോർഷൻ ഓഫ് സിലിക്ക പ്രസന്റ് ഇൻ ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ്? സിലിക്കയുടെ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് അറൌണ്ട് 70 to 25% ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആസ് പെർ നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യ, educational buildings are categorized into which group based on occupancy criteria? അപ്പം നമുക്ക് നാഷണൽ ബിൽഡിംഗ് കോഡ് ഓഫ് ഇന്ത്യയിൽ ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എങ്ങനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്? അതിന്റെ ഒക്യുപ്പൻസി അല്ലെങ്കിൽ അതിന്റെ യൂസേജ് ഒക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ബിൽഡിങ്സിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. അപ്പം ബിൽഡിങ്സിനെ എ ടു ഐ, ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി, ഗ്രൂപ്പ് സി, ഗ്രൂപ്പ് ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ഇത്രയും ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, ഇതില് ഗ്രൂപ്പ് എ എന്ന് പറഞ്ഞാൽ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ്. ഓക്കെ, റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ആണ് ഗ്രൂപ്പ് എയിൽ വരുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിങ്സ് നമ്മുടെ അപ്പാർട്ട്മെന്റ്, ഹോട്ടല് അതൊക്കെ വരും. ഇനി അടുത്തത് ഗ്രൂപ്പ് ബിയിൽ വരുന്നതാണ് എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷണൽ ബിൽഡിങ്ങിനെയാണ്. അപ്പൊ എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് ഗ്രൂപ്പ് ബിയിലാണ് വരുന്നത്. അപ്പൊ ആൻസർ ബി ആണ്. ഓക്കെ, ഇനി ഗ്രൂപ്പ് സിയിൽ വരുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സ് ആണ്. ഗ്രൂപ്പ് ഡിയിൽ വരുന്നത് അസംബ്ലി ബിൽഡിങ്സ് ആണ്. ഓക്കെ, എഡ്യൂക്കേഷണൽ ബിൽഡിങ്സിൽ എന്തൊക്കെ വരാം? സ്കൂൾ, കോളേജ് ഒക്കെ വരാം. ഇൻസ്റ്റിറ്റ്യൂഷണൽ ബിൽഡിങ്സിൽ ഹോസ്പിറ്റൽസ് ഒക്കെ വരാം. അസംബ്ലി ബിൽഡിങ്സ് വരുമ്പോൾ തിയേറ്റർ ഒക്കെ വരാം. ഗ്രൂപ്പ് ഇയിൽ വരുന്നത് ബിസിനസ് ബിൽഡിങ്സ് ആണ്. ഓക്കെ, ഓഫീസ്, ബാങ്ക് ഒക്കെയാണ്. അടുത്തത് ഗ്രൂപ്പ് എഫില് മെർക്കൻഡൈൽ ബിൽഡിങ്സ് ആണ് വരുന്നത്. ഓക്കെ, നമ്മുടെ ഷോപ്പുകളൊക്കെ അതിൽ വരും. അടുത്തത് ഗ്രൂപ്പ് ജിയിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ആണ്. ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് വരും ഗ്രൂപ്പ് ജിയിൽ. ഓക്കെ, ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് വരും, ഫാക്ടറീസ് ഒക്കെ വരാം. ഗ്രൂപ്പ് എച്ചില് സ്റ്റോറേജ് ബിൽഡിങ്സ് വരും, നമ്മുടെ വെയർ ഹൗസ് ഒക്കെ വരും. അടുത്തത് ഗ്രൂപ്പ് ഐയിൽ വരിക ഹസാർഡസ് ബിൽഡിങ്സ് ആണ്. ഓക്കെ, അപ്പം ഇത്രയും ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി, എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ്. The ratio quotient obtained by dividing the total floor area on all floors by the area of the plot is known as. The ratio is known as floor area ratio. Floor area ratio is also known as floor space index. Okay, and if we ഈ ഫ്ലോർ ഏരിയ റേഷ്യോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു നമ്മുടെ പ്ലോട്ട് ഏരിയ എന്നുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ പ്ലോട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് അറൌണ്ട് ഒരു 600 മീറ്റർ സ്ക്വയർ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്കൊരു ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്നത് ലിമിറ്റ് ചെയ്തേക്കാണ്, ഒരു 1.2 എന്ന് ലിമിറ്റ് ചെയ്തേക്കും. അല്ലെങ്കിൽ പെർമിസിബിൾ വാല്യൂ 1.2 ആണെങ്കിൽ നമുക്ക് മാക്സിമം അലവബിൾ ബിൽറ്റപ്പ് ഏരിയ അല്ലെങ്കിൽ എന്താ ഏരിയ ടോട്ടൽ ഫ്ലോർ ഏരിയ ഓൺ ഓൾ ഫ്ലോർസ് അല്ലെങ്കിൽ മാക്സിമം ബിൽറ്റപ്പ് ഏരിയ അലവബിൾ എന്ന് പറയുന്നത് എത്ര കിട്ടും? 600 into around 1.2 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഈ ഫ്ലോർ ഏരിയ റേഷ്യോ അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് 1.2 നമ്മൾ എടുത്ത ഈ ഫ്ലോർ ഏരിയ റേഷ്യോ എന്ന് പറയുന്ന വാല്യൂ ഓരോ സോണിംഗ് റെഗുലേഷൻസിന് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ടൈപ്പിനനുസരിച്ചിട്ട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഗൈഡ് ലൈൻസിനനുസരിച്ചിട്ടൊക്കെ മാറിയിരിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഈ ഹയർ ഫ്ലോർ ഏരിയ റേഷ്യോ സാധാരണ യൂസ് ചെയ്യുന്നത് ടോളർ ബിൽഡിങ്സിലാണ്. അർബൻ ഏരിയാസിലൊക്കെ വരുന്ന ടോളർ ബിൽഡിങ്സിലാണ് നമ്മൾ ഈ ഹയർ ഫ്ലോർ ഏരിയ റേഷ്യോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ആൻസർ അറിയാലോ, ഓപ്ഷൻ എ. ഇനി ഇതിന് പകരം ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് വന്നാലും അത് ആൻസർ ആയിട്ട് ചൂസ് ചെയ്തോണം. ഓക്കെ, what is the BIS recommended standard size of modular bricks? Standard size of modular bricks എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 19 cm by 9 cm by 9 cm ആണ്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ആൻസർ. ഇനി 20 cm by 10 cm by 10 cm, ഈ സൈസിന് പ്രത്യേകത ഉണ്ട്. ഈ സൈസിന് എന്താ പറയാ? നോമിനൽ സൈസ് ഓഫ് മോഡുലാർ ബ്രിക്സ്. ഓക്കെ,
What is the proportion of CaO? Lime. CaO is nothing but lime. Lime present in the manufacturing of cement. Manufacturing of cement ലൈമിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ് നമ്മൾ പഠിച്ചല്ലേ 60-65% ആണ് ലൈം ഉള്ളത്. 17-25% ആരായിരുന്നു സിലിക്ക. ഓക്കെ, പിന്നെ നമ്മൾ മറ്റേ കോമ്പൗണ്ട്സ് ഒക്കെ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞാണ്. അലുമിന 3-8% പറഞ്ഞു, അയൺ ഓക്സൈഡ് അറൌണ്ട് 3-4%, മഗ്നീഷ്യം 1-3% പറഞ്ഞു, പിന്നെ ആൽക്കലീസ് അറൌണ്ട് 0.2-1%. അപ്പം നമുക്ക് ലൈമാണ് 60-65% ഉള്ളത്. ഓക്കെ, അക്കോർഡിംഗ് ടു ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഓഫ് സിമെന്റ്, വാട്ട് ഈസ് ദ പെർമിസിബിൾ മാക്സിമം ലിമിറ്റ് ഫോർ ടോട്ടൽ ലോസ് ഓൺ ഇഗ്നിഷൻ? ഓക്കെ, നമുക്ക് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS കോഡ് പ്രകാരം നമുക്ക് 3 ടൈപ്പ് സിമെൻ്റ് ആണ് ഉള്ളത്. ഓക്കെ, ഒന്ന് ഗ്രേഡ് 53, വേറൊന്ന് ഗ്രേഡ് 43, ഗ്രേഡ് 33. ഓക്കെ, അപ്പോൾ ഇതിൽ ലോസ് ഓഫ് ഇഗ്നിഷൻ ഫോർ ഗ്രേഡ് 53 സിമെന്റ് ഷുഡ് നോട്ട് എക്സീഡ് 4% എന്നാണ് ക്ലോസ്. 43 and 33% ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 5% എന്നാണ്. ഓക്കെ, അപ്പം നമ്മൾ ജനറലി കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഇപ്പം യൂസ് ചെയ്യുന്നത് ഗ്രേഡ് 43 ആണ്. ഹയർ സ്ട്രെങ്ത് ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ 53 ഗ്രേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൽ നമുക്ക് ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാവുന്ന ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഇനി ഈ ലോസ് ഓഫ് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലോസ് ഓഫ് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് മെഷേഴ്സ് ദ വെയിറ്റ് ലോസ് when the cement is heated to 900 to 1000 degree Celsius. നമ്മൾ സിമെന്റ് എടുത്തിട്ട് അതിനെ ഒരു 900 to 1000 degree Celsius വരെ ചൂടാക്കും. ചൂടാക്കിയിട്ട് നമ്മൾ അതിൽ എത്ര ലോസ് ഉണ്ടാകുന്നു, എത്ര വെയിറ്റ് ലോസ് ഉണ്ടാകുന്നു എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലോസ് ഓഫ് ഇഗ്നിഷൻ ഉണ്ടാകുന്നത് പ്രൈമറിലി ഉണ്ടാകുന്നത് ഇവാപ്പറേഷൻ, അല്ലെങ്കിൽ മോയ്സ്ചർ ഒക്കെ ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ എസ്കേപ്പ് ചെയ്ത് പോവുക, ഇതുകൊണ്ടൊക്കെയാണ് ലോസ് ഓഫ് ഇഗ്നിഷൻ ഉണ്ടാകാവുന്നത്. ഓക്കെ, the quality building stone should possess adequate crushing strength to withstand the load of the superstructure. Typically, what minimum value should this crushing strength not fall below? Crushing strength ന്റെ മിനിമം വാല്യൂ എന്ന് പറയുന്നത് 1000 kg/cm². ആണ്. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ. ഇനി ഈ ക്രഷിംഗ് സ്ട്രെങ്ത് എന്തിനൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഹാർഡ്നെസ്, അതായത് സ്റ്റോണിന്റെ കമ്പോണൻസിന്റെ ഹാർഡ്നെസ്സിനെ ഡിപ്പെൻഡ് ചെയ്യും. അതുപോലെ തന്നെ മിനറൽ പ്രപ്പോർഷനെ ഡിപ്പെൻഡ് ചെയ്യും. നമ്മുടെ മിനറൽ പ്രപ്പോർഷനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പിന്നെ കൊഹീഷൻ, അതിന്റെ പൊറോസിറ്റി, ഇതിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, ഇനി സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് ക്രഷിംഗ് സ്റ്റോൺ അറൌണ്ട് ഏത് റേഞ്ചിലായിരിക്കും വരിക? 2.4 to 2.8 റേഞ്ചിലാണ് സ്പെസിഫിക് ഗ്രാവിറ്റി വരിക. ഓക്കെ, the portion of brick obtained by cutting off the triangular piece between center of one end and center of one side. Answer is king closer. അപ്പോൾ നമ്മൾ ഈ കിങ് ക്ലോസർ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും സെൻറ്റർ ഓഫ് വൺ എൻഡ്, ഇതാ എൻഡ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ സെൻറ്ററും സെൻറ്റർ ഓഫ് വൺ സൈഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ട്രയാങ്കുലർ പീസാണ് നമ്മൾ ബ്രിക്കിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റുന്നത്. ഓക്കെ, ഇനി ബിവെൽഡ് ക്ലോസർ. ബിവെൽഡ് ക്ലോസർ എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഫുൾ ലെങ്ത് ഓഫ് ബ്രിക്കിനെ നമ്മൾ ചാംഫർ ചെയ്തിട്ടാണ് എടുക്കുന്നത്, ഫുൾ ലെങ്ത് ഓഫ് ബ്രിക്കിൽ. ഓക്കെ, അപ്പോൾ ഈ ബിവെൽഡ് ക്ലോസർ നോക്കിക്കഴിഞ്ഞാൽ ഒരു എൻഡിൽ നമുക്ക് ഫുൾ വിഡ്ത്ത് ആയിരിക്കും, മറ്റേ എൻഡിൽ നമുക്ക് ഹാഫ് വിഡ്ത്ത് ആയിരിക്കും ഉള്ളത്. ഓക്കെ, പിന്നെ അടുത്തതാണ് മിട്രഡ് ക്ലോസർ. ഇവിടെ നമ്മൾ ഒരു എൻഡ് ഫുള്ള്, മറ്റേ ഈ സൈഡിൽ ക്വാർട്ടർ പോർഷനിൽ അങ്ങനെ കട്ട് ചെയ്യുന്നതാണ് മിട്രഡ് ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബാറ്റ്. ബാറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ബാറ്റിൽ ഒരു ഫുൾ ബ്രിക്ക് ഉണ്ട്, ഒരു ഫുൾ ബ്രിക്ക് നമുക്കുണ്ട്, അതിൻ്റെ ഹാഫ് കട്ട് ചെയ്യാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ ഹാഫ് പോർഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു പോർഷൻ, ഇതിനാണ് നമ്മൾ എന്ത് പറയാം? ഹാഫ് ബാറ്റ് എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മുടെ ആൻസർ കിങ് ക്ലോസർ. ക്വസ്റ്റ്യൻ എന്താണ്? ദ പോർഷൻ ഓഫ് ബ്രിക്ക് ഒബ്റ്റെയിൻഡ് ബൈ കട്ടിംഗ് ഓഫ് the triangular piece between center of one end and center of one side. എന്താണ് അതിന് പറയുന്നത്? കിങ് ക്ലോസർ. ഓക്കെ, ഇനി ഒരെണ്ണോടുണ്ട് ക്വീൻ ക്ലോസർ ഉണ്ട്. ക്വീൻ ക്ലോസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രിക്ക് എടുത്തിട്ട് നമ്മൾ അതിനെ സെൻറ്ററിൽ കൂടി ഹാഫായിട്ട് കട്ട് ചെയ്യുക. ഇതിനാണ് നമ്മൾ ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനൊരു പോർഷൻ നമുക്ക് കിട്ടും.
ഓക്കെ, കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഹാഫ് പോർഷൻ, അതിനാണ് ക്വീൻ ക്ലോസർ എന്ന് പറയുന്നത്. ഓക്കെ, as per Indian standard, what is the specific gravity of cement? ഓക്കെ, സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. നമ്മൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് IS കോഡ് 4031 പാർട്ട് 11 1988 സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റ് പറയുന്നത്. സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് സിമെന്റിന്റെ വാല്യൂ ടിപ്പിക്കലി അറൌണ്ട് 3.15 എന്നാണ് നമുക്ക് കോഡിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓപ്ഷനിൽ ഇതുമായിട്ട് മാച്ച് ചെയ്ത് വരുന്ന ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ, സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. What are the complex compounds formed during the burning process that play a crucial role in the setting and hydration of cement? അപ്പം ഈ കോംപ്ലക്സ് കോമ്പൗണ്ട്സ്, അതായത് സെറ്റിംഗ് ആൻഡ് ഹൈഡ്രേഷൻ ഓഫ് സിമെന്റിന്റെ സമയത്തുണ്ടാകുന്ന കോംപ്ലക്സ് കോമ്പൗണ്ട്സിന് നമ്മൾ പറയുന്ന പേരാണ് ബോക്സ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ. ബോക്സ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലുമിനോ ഫെറേറ്റ്, ഇങ്ങനെ 4 ബോക്സ് കോമ്പൗണ്ട്സ് ആണ് മെയിൻലി ഉള്ളത്. ഇതിൽ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? ഏർലി സ്ട്രെങ്ത് ഗെയിനും റാപ്പിഡ് ഹാർഡനിങ്ങിനും ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ C2S അല്ലെങ്കിൽ ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറയുന്നത് ലോങ് ടൈം സ്ട്രെങ്ത് ഡെവലപ്മെന്റ് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ C3A ട്രൈകാൽഷ്യം അലൂമിനേറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ സെറ്റിങ്ങിനെ ഹെൽപ്പ് ചെയ്യും, അതുപോലെ തന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷനും പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ C4AF ആണ്. C4AF എന്ന് പറയുന്നത് ഒരു ചെറിയ സ്ട്രെങ്ത് കൊടുക്കും, പിന്നെ അതിൻ്റെ ഈ സിമെന്റിന്റെ കളറിനെയും അതിന്റെ ഡ്യൂറബിലിറ്റിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നൊരു കോംപ്ലക്സ് കോമ്പൗണ്ട് ആണ് C4AF എന്ന് പറയുന്നത്. Next question. The common defect found in timber when the timber is stored for a larger time and may have a curve along its length. Okay, അപ്പം നമ്മുടെ ടിമ്പറിന് ഉണ്ടാകുന്ന കോമൺ ഡിഫക്ട്സ് ആണ് കപ്പ്, ബോ, സ്പ്ലിറ്റ്, ചെക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം കപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കൊരു കർവ് ഉണ്ടാവുക. ഓക്കെ, ടിമ്പറിന് ഒരു കർവ് ഉണ്ടാവുക. പക്ഷേ ഈ കർവ് ഉണ്ടാകുന്നത് എലോങ് ദ വിഡ്ത്ത് ഓഫ് ദ ടിമ്പറിലാണ്. ഓക്കെ, അത് ലെങ്തിലല്ല, വിഡ്ത്തിലാണ് നമുക്കിങ്ങനെ കർവ് ഉണ്ടാകുന്നത്. ഓക്കെ ആണോ? അപ്പം കപ്പല്ല നമ്മുടെ ആൻസർ. ഓക്കെ, അടുത്തത് ബോ. ഈ ബോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർവേച്ചർ എലോങ് ദ ലെങ്ത് ഓഫ് ടിമ്പർ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ടിമ്പർ ഉണ്ട്, അവൻ്റെ എലോങ് ലെങ്തിനുണ്ടാകുന്ന ആ കർവേച്ചറാണ് നമ്മൾ ബോ എന്ന് പറയും. അപ്പം ഇതൊരു ആർച്ച് ഷേപ്പിലൊക്കെ ബെൻഡ് ചെയ്യും. അപ്പം എലോങ് ലെങ്ത് ആണ് ഈ ബെൻഡ് ഉണ്ടാകുന്നത്, അതുകൊണ്ട് ബോ എന്താണ് നമ്മുടെ ആൻസർ ആണ്. ഇനി സ്പ്ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ക്രാക്കാണ്. ഈ ക്രാക്ക് ഒരു എൻഡ് തൊട്ട് മറ്റേ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന വിധത്തിലുള്ളൊരു ക്രാക്കിനാണ് നമ്മൾ സ്പ്ലിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രാക്ക് ഒത്തിരി എക്സ്റ്റെൻഡ് ചെയ്യത്തില്ല, ചെറിയൊരു പോർഷനിൽ മാത്രമേ എക്സ്റ്റെൻഡ് ചെയ്യത്തുള്ളൂ. അതിനാണ് നമ്മൾ എന്ത് പറയുക? ചെക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ചെക്ക് ഉണ്ടാകുന്നത് നമുക്ക് ഷ്രിങ്കേജ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. സീസണിങ് ടൈമിലൊക്കെ ഷ്രിങ്കേജ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ചെക്ക് ഉണ്ടാകുന്നത്. ഈ സ്പ്ലിറ്റ് ഒക്കെ ഉണ്ടാകുന്നത് എക്സസീവ് സ്ട്രെസ്, ഡ്രൈയിങ് ടൈമിലൊക്കെ എക്സസീവ് സ്ട്രെസ് വരുന്നതുകൊണ്ടാണ് സ്പ്ലിറ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എലോങ് ലെങ്ത് ഉണ്ടാകുന്ന ഡിഫക്റ്റ് അല്ലെങ്കിൽ കർവ് ഉണ്ടാകുന്നതിന് നമ്മൾ എന്താ പറയുന്നത്? ബോ എന്നാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് പെർസെൻറ്റേജ് ഓഫ് ട്രൈകാൽഷ്യം അലുമിനേറ്റ് leads to an increase in resistance against sulfates. ഓക്കെ, അപ്പം സൾഫേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സൾഫേറ്റിന് അഗെയിൻസ്റ്റ് ആയിട്ട് സൾഫേറ്റ് നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചറുകളെ അറ്റാക്ക് ചെയ്യുന്നതിന് സൾഫേറ്റ് അറ്റാക്ക് എന്നാണ് നമ്മൾ പറയുക. ഓക്കെ, അപ്പോൾ ഈ സൾഫേറ്റ് അറ്റാക്കിന് അഗെയിൻസ്റ്റ് ആയിട്ട് റെസിസ്റ്റൻസ് ഉണ്ടാകണമെങ്കിൽ ട്രൈകാൽഷ്യം അലൂമിനേറ്റിൻ്റെ കണ്ടന്റ് സിമെൻറ്റിൽ ലോ ആയിട്ട് വെക്കണം. ഓക്കെ, അത് എത്ര ലോ ആയിരിക്കണം? ഇറ്റ് ഷുഡ് ബി ടിപ്പിക്കലി കെപ്റ്റ് ബിലോ 5%. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ യൂണിഫോമിറ്റി കോഎഫിഷ്യന്റ് ഓഫ് ദ സോയിൽ ഈസ് ഓൾവേസ്. ഓക്കെ, അപ്പം യൂണിഫോമിറ്റി കോഎഫിഷ്യൻറ്റിനെ നമ്മൾ CU എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്.
അപ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്താണ് മെഷർ ചെയ്യുന്നത്? റേഞ്ച് ഓഫ് പാർട്ടിക്കിൾ സൈസ് ഇൻ സോയിൽ സാമ്പിൾ. ഓക്കെ, നമ്മുടെ സോയിൽ സാമ്പിളിൽ ഏതൊക്കെ പാർട്ടിക്കിൾ സൈസ് അവൈലബിൾ ആണെന്നുള്ളതിൻ്റെ മെഷറാണ് എന്ത്? നമ്മുടെ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ഇക്വേഷൻ എന്താണ്? CU is equal to D60 divided by D10 എന്നാണ് അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇതിൽ D60 എന്ന് പറഞ്ഞാൽ എന്താ? particle dia at which 60% of soil sample is finer. ഓക്കെ, അതായത് 60% ഓഫ് സാമ്പിളും ആ ഡയമീറ്ററിനെക്കാട്ടിലും അല്ലെങ്കിൽ ആ സൈസിനെക്കാട്ടിലും താഴെയായിരിക്കും. D10 എന്ന് പറഞ്ഞാൽ 10% പാർട്ടിക്കിൾസേ ആ ഡയമീറ്ററിൽ താഴെയുള്ളൂ. ഓക്കെ, ആ സൈസിനാണ് D60, D10 എന്നൊക്കെ നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു യൂണിഫോംലി ഗ്രേഡഡ് സോയിലിന് നമുക്ക് എന്തായിരിക്കും? CU അല്ലെങ്കിൽ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഇനി ഒരു വെൽ ഗ്രേഡഡ് സാൻഡ് ആണെങ്കിൽ സാൻഡി പാർട്ടിക്കിൾസ് ആണ്, വെൽ ഗ്രേഡഡ് ആണ്. ഓക്കെ, അങ്ങനെ വരുമ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് ഗ്രേറ്റർ ദാൻ 6 ആണ്. ഓക്കെ, ഇനി അതുപോലെ തന്നെ വെൽ ഗ്രേഡഡ് ആയിട്ടുള്ള ഗ്രാവലിന് യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 4 ആണ്. ഓക്കെ, അപ്പോൾ യൂണിഫോമിറ്റി കോഎഫിഷ്യൻ്റെ ഒരു റേഞ്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ ഓപ്ഷൻ എന്ന് പറയാൻ പറ്റുന്നത്? ഇറ്റ് ക്യാൻ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ എ ആണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. What word is used to describe the moisture level in soil that marks the boundary between its liquid and plastic states? അപ്പം നമ്മുടെ വോളിയം മോയ്സ്ചർ കണ്ടന്റ് ചാർട്ട് നോക്കുകയാണെങ്കിൽ വാട്ടർ കണ്ടന്റ് വളരെ കൂടുതലാണെങ്കിൽ സോയിൽ ഏത് സ്റ്റേറ്റിലായിരിക്കും? അത് ലിക്വിഡ് സ്റ്റേറ്റിലായിരിക്കും. ഇനി നമ്മുടെ വാട്ടർ കണ്ടന്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിനനുസരിച്ചിട്ട് വോളിയം റെഡ്യൂസ് ആവുന്നുണ്ട്. ഒരു പോയിന്റിൽ എത്തുമ്പം അത് ഏത് സ്റ്റേറ്റിലോട്ട് മാറും? ലിക്വിഡ് ലിമിറ്റിലാവും. ഓക്കെ, വാട്ടർ കണ്ടന്റ് ഈക്വൽ ടു ലിക്വിഡ് ലിമിറ്റ് ആകും. ആ ഒരു ലിമിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ എന്താണ്? പ്ലാസ്റ്റിക് ആണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പ്ലാസ്റ്റിക് സ്റ്റേറ്റിനും ലിക്വിഡ് സ്റ്റേറ്റിനും ഇടയിലുള്ള ബൗണ്ടറിക്ക് എന്താണ് പറയുന്നത്? ലിക്വിഡ് ലിമിറ്റ് എന്നാണ് പറയുന്നത്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. ഓക്കെ.